നവകേരള സർവേ ഇപ്പം കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. അതുവരെ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അത് അന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു അതൊരു നിയമവിരുദ്ധമാണെന്നുള്ള രീതി? തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ 9.25 വർഷം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാർ വലിയ രീതിയിലേക്കുള്ള ധൂർത്തുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കഴിഞ്ഞ ഞങ്ങളുടെ നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകൾ പരിപാടികളുമൊക്കെയായി ബന്ധപ്പെട്ട് ഞങ്ങളത് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ പറയുന്നതാണ്. പിണറായി വിജയൻ സർക്കാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നികുതി പണം, ഞാനും നിങ്ങളും അടങ്ങുന്ന പൊതുസമൂഹം വിവിധങ്ങളായിട്ടുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വസ്തുക്കൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ സർക്കാരിന് കൊടുക്കുന്ന നികുതി, നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മൾ സർക്കാരിന് കൊടുക്കുന്ന നികുതി, അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള നികുതി ഈ സർക്കാരിന് അടയ്ക്കുമ്പോൾ അത് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പൊതുസമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടുന്ന പണമാണ്. എന്നാൽ ഇത് പിണറായി വിജയൻ സർക്കാർ അവരുടെ PR എക്സസൈസ് നടത്തുന്നതിന് വേണ്ടി, CPMൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പണം ഉപയോഗിക്കുമ്പോൾ ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് യാതൊരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം പൊതുഖജനാവിലെ പണം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, പൊതുജനത്തിന് വേണ്ടിയിട്ടാണ്. CPMൻ്റെ PR എക്സസൈസ് നടത്തണമെങ്കിൽ അവർ CPMൻ്റെ പാർട്ടി ഫണ്ടിൽ നിന്ന് പണം എടുക്കുന്ന സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകണം. എത്രയോ പ്രചരണ പ്രവർത്തനങ്ങൾ, ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഭരണം നടത്തുന്നത് PVയുടെ സർക്കാരല്ല, PRൻ്റെ സർക്കാരാണ്. അതായത് പിണറായി വിജയൻ അല്ല കേരളത്തിൽ ഭരിക്കുന്നത്. ഈ PR എക്സസൈസിലൂടെ മാത്രം അഭിരമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ, മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. എത്രയോ പരിപാടികൾ ഇവിടെ നവകേരള യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര 14 ജില്ലകളിലേക്ക് ഈ സർക്കാർ നടത്തി. എത്രയോ കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട്, പൊതുഖജനാവിലെ പണം മുടക്കിക്കൊണ്ട് സർക്കാരിൻ്റെ മേനി പറയുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ നവകേരള യാത്ര എവിടെ എത്തി നിൽക്കുന്നു? അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നവകേരള സർവേ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇത് ഒക്ടോബർ 10-ാം തീയതി ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി സർക്കാർ മുന്നിട്ട് വന്ന ആദ്യ ഘട്ടം മുതൽ തന്നെ ഞങ്ങൾ വിവിധങ്ങളായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ തലങ്ങളിലും ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. സമരങ്ങൾക്ക് അപ്പുറം ഇത് വലിയ രീതിയിലേക്കുള്ള നിയമത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൊതു താൽപ്പര്യ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തു. ഇന്ന് ഹൈക്കോടതി നിശിതമായിട്ടുള്ള രീതിയിൽ സർക്കാരിനെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന് സർക്കാർ പറയുകയാണ്. ഇങ്ങനെ ഈ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നടത്തിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയറുകൾ ഫോളോ ചെയ്തുകൊണ്ടാണോ ഇതിൻ്റെ പണം അലോക്കേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള ഒരു പരിപാടി ഇവർ വിഭാവനം ചെയ്ത് യാതൊരു രീതിയിലേക്കുള്ള പ്രൊസീജിയറുകൾ ഫോളോ ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ടാമതായി പറയുകയാണെങ്കിൽ ഈ പറയുന്ന യാതൊരു രീതിയിലേക്കുള്ള പ്രൊസീജിയറുകൾ ഫോളോ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ വോളണ്ടിയേഴ്സായിട്ട് എടുത്ത ആളുകൾ ആരൊക്കെയാണ്? ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, SFIക്കാരായിട്ടുള്ള ആളുകൾ, DYFIക്കാരായിട്ടുള്ള ആളുകൾ. അതായത് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ വോളണ്ടിയേഴ്സിനെ ഇറക്കിക്കൊണ്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ 80 ലക്ഷത്തോളം വരുന്ന വോട്ടേഴ്സിനെ നേരിട്ട് കണ്ടുകൊണ്ട് സർക്കാരിനെ മാർക്കിടിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതൊരു തെറ്റായ കീഴ്വഴക്കമല്ലേ? അതോടൊപ്പം തന്നെ ഈ പറയുന്ന കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലേക്കുള്ള നമ്മുടെ ഈ എക്കണോമിക് ആയിട്ടുള്ള നമ്മൾ റിവ്യൂസ് നിരന്തരമായിട്ട് നടത്തുന്നുണ്ട്, സർവേസ് നടത്തുന്നുണ്ട്. അവൈലബിൾ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. എക്സിസ്റ്റിംഗ് ഡേറ്റ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ എന്തിനു വീണ്ടും ഈ പറയുന്ന ഇത്രത്തോളം പണം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു? ഒരു കാര്യം കൂടി, ഈ അടുത്ത നാളിലല്ലേ, നവംബർ 1-ാം തീയതിയാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ പ്രഖ്യാപിക്കണമെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ഡേറ്റ ഇല്ലാണ്ട് ഇവർ എവിടെ നിന്ന് രേഖ എടുത്തിട്ട്, ഹസ്തരേഖ എടുത്തുകൊണ്ടാണോ ഇവർ ഇത്തരത്തിലേക്ക് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന് കേരളത്തിന് പ്രഖ്യാപനം നടത്തിയത്? അപ്പോൾ ഇവരുടെ കയ്യിൽ ഡേറ്റ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോഴും വീണ്ടും മിസ്യൂസ് ഓഫ് ദ പബ്ലിക് ഫണ്ട് അല്ലേ? അങ്ങനെ എല്ലാ വിധത്തിലും വലിയ രീതിയിലേക്കുള്ള അഴിമതിയാണ് ഇതിൽ നടന്നിരിക്കുന്നത്. സ്വജനപക്ഷപാതമാണ് നടന്നിരിക്കുന്നത്. അവരുടെ പാർട്ടിയുടെ PR എക്സസൈസാണ് നടന്നിരിക്കുന്നത്. അതിനെ ഞങ്ങൾ ഇനിയും നിയമപരമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിന് ഇടയ്ക്ക് തന്നെ ഈ പറയുന്ന CPMൻ്റെ ഭാഗത്തുനിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചീഫ് മിനിസ്റ്റേഴ്സ് ക്യൂസ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ നടത്തി. അതായത് നരേന്ദ്രമോദി ഏത് രീതിയിലേക്കാണോ നരേന്ദ്രമോദിയുടെ PR എക്സസൈസ് മുന്നോട്ട് കൊണ്ടുവന്ന് സമാനമായിട്ട് അതിൻ്റെ ആവർത്തനമാണ് പിണറായി വിജയൻ നടത്തുന്നത്. ചീഫ് മിനിസ്റ്റേഴ്സ് ക്യൂസ് എന്ന് പറയുന്ന ഒരു ക്യൂസ് മത്സരം നടത്തുന്നു. 100 ചോദ്യത്തിൽ 89 ചോദ്യത്തിൻ്റെയും ഉത്തരം പിണറായി വിജയൻ എന്നാണ്. പിന്നെന്തിനാണ് ഈ ക്യൂസ് നടത്തുന്നത്? അപ്പം അങ്ങനെ എല്ലാ വിധത്തിലും തകർക്കപ്പെട്ട ഒരു സർക്കാരായി, ആളുകൾ വെറുക്കുന്ന ഒരു സർക്കാരായി, തിരഞ്ഞെടുപ്പുകളിൽ, ഉപതെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി കിട്ടിയ ഒരു സർക്കാർ അവസാന നിമിഷം അവരുടെ മുഖം മിനുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഈ നടപടിക്ക് സർക്കാരിൽ നിന്ന് വലിയ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ബഹുമാനപ്പെട്ട കോടതിയോട് അതിനോടുള്ള നന്ദി കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങൾ നേരുകയാണ്. പ്രിയപ്പെട്ട KYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിൻ ഇതിൽ ഒരു നമ്മുടെ നിയമപരമായ പോരാട്ടത്തിന് നമ്മുടെ ഒപ്പമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട അനൂപ് വക്കീൽ നിയമപരമായിട്ടുള്ള
പോരാട്ടത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഒപ്പം നിന്ന മുഴുവൻ ആളുകളോടുമുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. നേതാക്കൾ ആരും ഇതിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പം സഹകരണ മന്ത്രി പ്രതികരിച്ചില്ല, അറിയത്തില്ലെന്ന് പറയുന്നു. ബിനോയ് വിശ്വം പറയുന്നു അതിനെക്കുറിച്ച് അറിയത്തില്ല. ഒഴിഞ്ഞു മാറുകയാണോ ഇത് അറിഞ്ഞുകൊണ്ട്? അല്ല, സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ മുഖത്തേറ്റ ഒരു കനത്ത പ്രഹരമാണ് ഈ ഹൈക്കോടതിയുടെ ഈ വിധി പ്രസ്താവം എന്ന് പറയുന്നത്. കാരണം എല്ലാ വിധത്താലും അപമാനിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇവർ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് പൊതുസമൂഹം വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട്. ഇവർ നടത്തുന്ന എല്ലാ നാടകങ്ങളും പൊളിയുകയാണ്. PR നാടകം അത് ഒരു തിരശീല വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായി. ഇവർക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല. ഇവർ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ മീനിൽ നടിക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തി ഹൈക്കോടതിയിൽ നിന്ന് നിശിതമായിട്ടുള്ള വിമർശനം അവർക്ക് ലഭിച്ചു. അവരുടെ മുഖത്ത് ഏറ്റ പ്രഹരമായി ഇത് മാറുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിൽ പ്രതികരണം നടത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല. അതുകൊണ്ടാണ് അവരെല്ലാം ഇതിൽ മൗനം പാലിക്കുന്നത്.